ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അങ്ങനെ എന്നുള്ളവരുടെ വിശേഷം. അപ്പോൾ രാമിക്കുട്ടി ചേട്ടനൊക്കെ പോയി നമ്മൾ ഫ്രീ ആയിട്ടാ. അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചു, പിന്നെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം, കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് വീഡിയോ അല്ല വ്ളോഗ് എടുക്കാൻ ഉദ്ദേശിക്കണം. അന്ന് മഴയായിരിക്കും കേട്ടോ. ഞാൻ കാലത്ത് എണീറ്റിട്ട് വിചാരിച്ചു വ്ളോഗ് ചെയ്യാമെന്ന്. പക്ഷെ അപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മഴയായി. സാരില്ല, അതെന്തെങ്കിലും അവിടെ എൻ്റെ ഫേസിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇന്നലെ നമ്മുടെ ക്രാഫ്റ്റിന്റെ ചാനലില്ലേ, ക്രാഫ്റ്റ് മാത്രമല്ല കേട്ടോ, ഞാൻ അതിൽ അൺബോക്സിങ് വേറെ ടിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു ചാനലില് വീഡിയോസ് ഇടുന്നതിന്റെ ഇടയ്ക്ക് വന്നതാണ് കേട്ടോ. ഗ്ലിറ്റേഴ്സ് ഫേസിലൊക്കെ ആയതാ. പക്ഷെ തേച്ചിട്ട് മാച്ചിന് പിടിച്ചിട്ടൊന്നും തോന്നില്ല. ഇപ്പോഴും ഉണ്ട് 2-3 അവിടെ ഇവിടെ ഒക്കെ ഒരു തിളക്കം പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് ഇനി എപ്പോഴാണ് കറണ്ട് പോവാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്ന് സുന്ദരിക്കാവാം. മേക്കപ്പ് അല്ലെങ്കിൽ ഞാൻ ഇരുട്ടത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫേസ് വാഷ് ഇപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ, പോൺസിന്റെ ഫേസ് വാഷ് ആണ്. പിന്നെ ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ഞാനൊരു ഗിവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ഗിവ് ചെയ്യണത് കേട്ടോ. ഞാൻ മേക്കപ്പ് വേഗം ചെയ്യട്ടെ കേട്ടോ. എനിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇരുട്ടിലാവും. ഇവയുടെ കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. ഇത് ഹിമാലയയുടെ അലോവേര ജെല്ലാണ് കേട്ടോ. ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ വേറെ മോയ്സ്ചറൈസർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല അപ്പോഴപ്പോൾ. ഈ ഒരു ജെല്ല് മാത്രമാണ് ഞാൻ ഒരു പ്രൈമർ പോലെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഹിമാലയയുടെ തന്നെയാണ്. അപ്പൊ ഗിവവേനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗിവവേ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂൾസ് ഞാൻ പറയാം. ഇനി ഒരു സൺസ്ക്രീൻ ഇടാം. ഇത് മാമാഅർത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൽ SPF 50 PA++++ ഉണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ ഇതൊരു കുറച്ചിട്ട് പീ സൈസ് എടുത്തിട്ട് ഞാനിങ്ങനെ വളരെ കുറച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു തിൻ ലെയർ കേട്ടോ. വീട്ടിലല്ലേ നിൽക്കണുള്ളൂ, പുറത്തേക്കൊന്നും പോണില്ലല്ലോ. ഇനി അടുത്തത് നമ്മൾ സ്ട്രോക്ക് ക്രീം ആണ് കേട്ടോ. ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീം ആണ്. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗിവവേയുടെ പ്രത്യേകത എല്ലാ മന്തും എനിക്ക് പറ്റുന്ന പോലെ എല്ലാ മാസവും നമ്മൾ ഗിവവേ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ കൂടുതലും വ്ളോഗാണല്ലോ ചെയ്യണത്. അതുകൊണ്ട് എന്താ പറയുക, ഡ്രസ് ഹോളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, കുർത്തി ഹോള് കാര്യങ്ങൾ, മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോം ഡെക്കർ ഐറ്റംസ്, അതുപോലെ കിച്ചൺ ഉപകാരപ്പെടുന്ന സാധനങ്ങളായിരിക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പൊ കിച്ചൺ ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ കിച്ചൺ അപ്ലയൻസസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കാന്നാണ് വിചാരിക്കണേ. എല്ലാ മാസവും ഉണ്ടായിരിക്കും. നമ്മൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യാം. ഒരു ഐറ്റം ഈ ഒരു CC ക്രീമാണ് കേട്ടോ. അത് മിസ് ക്ലയറിന്റെ CC ക്രീമാ. കിട്ടാണ് ഞാൻ ലിങ്ക് കൊടുക്കാട്ടെ. ഇത് കിട്ടല് ഭയങ്കര കുറവാ. അതുകൊണ്ട് മിക്കപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. പിന്നെ ഇച്ചിരി വിലയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ പറഞ്ഞല്ലോ ഒരു വിന്നറെ സെലക്ട് ചെയ്യുള്ളൂ എന്ന്. അത് നമ്മുടെ റൂൾസ് കാരണമാണ്. നമ്മളിൽ കമന്റ്സ് ചെയ്യുന്നവർ ഭയങ്കര കുറവാണ്. അപ്പോൾ ഒത്തിരി പേരൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരാളെയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മാസത്തെ ഗിവവേരെ ഗിഫ്റ്റ് നമ്മൾ അടുത്ത മാസവും കൊടുക്കുക. അപ്പൊ അതെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട് പാഴ്സൽ. ഫീമെയിൽസ് അല്ല, മെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ കൊടുക്കാലോ. ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്. കുർത്തി സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പൊ എന്റെ സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പൊ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് അല്ല, ഒരു സെറ്റ് ആയിരിക്കും. അതായത് ഒരു 4 പ്രൊഡക്ട്സ് ഒക്കെയാണ് നമ്മൾ ഒന്നിച്ച് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ കറണ്ട് പോകുന്നു പറഞ്ഞ പോലെ തന്നെ കറണ്ട് പോയി. അപ്പൊ ഞാൻ അത് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. പഴം പുഴുങ്ങാനാട്ടാ വിചാരിക്കണത്. ഞാൻ ഒരു പഴം എടുക്കണുള്ളൂ കേട്ടാ, എനിക്കത് മതി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ ഒരു നേന്ത്രപ്പഴം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ് ന്യൂസ് മാത്രമല്ല ബാഡ് ന്യൂസും പറയാനുണ്ട്. എൻ്റെ ഒരു വ്യസന കഥ നിങ്ങൾ കേൾക്കണം. നമ്മൾ ഏതോ ഒരു വ്ളോഗില് സവാന ഹോള് വരുന്നുണ്ട്, സവാനയിൽ ഞാൻ പ്രൊഡക്ട്സ് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഒരു പ്രൊഡക്റ്റ് മാത്രം കിട്ടാനായിട്ട് കുറെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അത് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു വീഡിയോ ചെയ്യാനായിട്ട്. അതായത് 4 ദിവസം മുന്നേ നമ്മൾ ഹോൾ വീഡിയോ ചെയ്തു, വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു. എൻ്റെ ക്യാമറയിലാട്ടോ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തിട്ട് ക്യാമറ എടുക്കൽ തന്നെ ഭയങ്കര എന്താ പറയാ,
ഒക്കേഷനിലൊക്കെ ഞാൻ ക്യാമറ ഒക്കെ യൂസ് ചെയ്യണുള്ളൂ. അങ്ങനെ ഈ ഒരു സവാന ഹോൾ അതിലിരുന്നോട്ടെ എന്ന് കരുതി അതിൽ ഷൂട്ട് ചെയ്ത് ബാക്കിയുള്ള പ്രൊഡക്ട്സിന്റെ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അത് 2 ബാറ്ററിയും വർക്ക് ചെയ്യണില്ല. പുതിയ ബാറ്ററി വാങ്ങണം, അതൊരു യൂസ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ചാല് അപ്പോൾ ഇത് ലേറ്റ് ആവൂട്ടാ, വീഡിയോസ് ഒക്കെ ക്യാമറയിൽ സ്റ്റെക്ക് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാന ഹോള് ഇനിയും വൈകും. ബാറ്ററി വാങ്ങി ഇട്ട് ഫോണിലോട്ട് മാറ്റിയിട്ടൊക്കെ വേണം എനിക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്. എന്ന് വാങ്ങിയ സാധനങ്ങളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമിക്കുട്ടി കുറച്ച് പിണങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സി കംപ്ലൈന്റ് ആയി ഗൈസ്. ഞാനപ്പോൾ ഇന്നലെ ദോശയ്ക്ക് അരയ്ക്കാൻ ഉഴുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മിക്സി കംപ്ലൈന്റ് ആയിട്ട് ഞാൻ എങ്ങനെ അരച്ചെടുക്കാനാ? അപ്പോൾ പിന്നെ ദോശ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് മറ്റേ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പിസ്സ, ഷോർട്സിൽ ഉണ്ടാക്കിയ പിസ്സിയില് ദോശ വെച്ചിട്ട് ആ സംഭവം. അപ്പോൾ ആ സംഭവം അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തയക്കാറുണ്ട്. അപ്പം അത് വേണമെന്നാ പറഞ്ഞിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മാവാക്കാനായിട്ട് ദോശയ്ക്ക് മാവാക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മിക്സി കറക്റ്റ് ടൈമിൽ കേടായി, അരയ്ക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ പിന്നെ ദോശയല്ല ഞാനൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പഴം പുഴുങ്ങിയതാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. സോറി, പഴം പുഴുങ്ങിയതല്ല, പഴം നെയ്യിൽ വറുത്തതാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് കുറച്ച് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഗിവവേയുടെ ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിന്നറെ സെലക്ട് ചെയ്യുക, കാരണം നമുക്ക് കമന്റ്സ് ഭയങ്കര കുറവാണ് വരുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അതിന്റെ റൂൾസ് പറയാം. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റൂൾസ് ഉള്ളൂ. ഓഗസ്റ്റ് മന്തിലെ ഗിവവേ എന്ന് പറയുമ്പോൾ ആ ഒരു മാസത്തിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഷോർട്സിൽ കമന്റ് ചെയ്യണം. എല്ലാ ഷോർട്സും കാണണം. ലോങ് വീഡിയോസ് വേണമെന്നില്ല, കാരണം സമയമില്ലാത്തവരൊക്കെ ആയിരിക്കും. അപ്പൊ ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ പെട്ടെന്ന് തീരുമല്ലോ, എളുപ്പം തീരും, കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഷോർട്ട് വീഡിയോസ്, അപ്പൊ ഷോർട്ട് വീഡിയോസ് ആ ഒരു മന്തില് ഓഗസ്റ്റ് മാസത്തില് ഷോർട്ട് വീഡിയോസ് കാണുക. എല്ലാ വീഡിയോസിലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് സ്ട്രിക്റ്റ് ആണ് റൂൾസ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഞാൻ സെലക്ട് ചെയ്യും. അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് കമന്റ് ചെയ്യാൻ ഒരു ഭയങ്കര കുറവാണ്. നല്ല പ്രൊഡക്ട്സ് എന്തോ ആണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ മാസവും ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ റൂൾസ്. ഓരോ മാസത്തെയും ഗിവവേയിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മാസത്ത് നമ്മൾ എത്ര ഷോർട്സ് ഇട്ടിട്ടുണ്ടോ ആ എല്ലാ ഷോർട്സിലും കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിൽ എല്ലാ ഷോർട്സിലും കമന്റ് ചെയ്തിട്ടുള്ള ഒരാളെ ഞാൻ സെലക്ട് ചെയ്യും, ആളായിരിക്കും വിന്നർ കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കും. സെലക്ട് ചെയ്ത വിന്നർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ത്രൂ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ അയക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. ഞാനിത് വരും വീഡിയോസിലൊക്കെ പറയാം. നമ്മുടെ വരും വീഡിയോസിൽ നമ്മുടെ ഗിഫ്റ്റൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ പറയും കേട്ടോ, ഇതാണ് നമ്മുടെ ഗിവവേക്കുള്ള ഗിഫ്റ്റ് എന്ന്. അപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിരിക്കില്ല, 2-3 പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. 3-4 പ്രൊഡക്ട്സ് അല്ലെങ്കിൽ 5 പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിവവേയുടെ വിവരങ്ങൾ. മനസ്സിലായി വിചാരിക്കുന്നു. ബാക്കിയുള്ള വീഡിയോസിലൊക്കെ പറയാം കേട്ടോ, എന്നാലും എല്ലാവരും അറിയുള്ളൂ. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണലില്ല, വ്യൂസും ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വരില്ല. അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെ. പഴം പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുള്ളൂ. നമ്മൾ മേക്കപ്പ് ചെയ്തത് കണ്ടില്ലേ, പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കുറേ സംസാരിക്കും. അവര് വീഡിയോ വല്ലാണ്ട് ലോങ് ആയിപ്പോവും. ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടില്ല. അടുത്ത പരിപാടി അതാണ് കേട്ടോ, നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്താം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ചെയ്താണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഓഗസ്റ്റ് മന്തിലെ വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഏതാണ് ഓഗസ്റ്റ് മന്തിൽ ഇട്ടിട്ടുള്ള വീഡിയോ എന്ന്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. അതായത് നമ്മൾ ഓഗസ്റ്റ് മാസം തുടങ്ങിയിട്ടുള്ള ഷോർട്സ് ഏതാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഗ്ലാസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു ഗ്ലാസ് ജാറ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ സ്ക്രീൻ സൈഡിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോ തുടങ്ങിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഓഗസ്റ്റ് മന്തിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ തുടങ്ങി ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നത് വരെയുള്ള ഷോർട്സ് ഇപ്പം നമ്മൾ ഏകദേശം 6-7 ഷോർട്സ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ മന്ത് അവസാനിക്കണ വരെയുള്ള ഷോർട്സ് കേട്ടോ. ടു ഡു ലിസ്റ്റിൽ നമ്മൾ ആദ്യം എഴുതിക്കുന്ന കാര്യം കുറച്ച് തുണി കഴുകാനുണ്ട്, അതാണ്. പിന്നെ ഇന്നലെ നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല തക്കുടുമുണ്ടൻ അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കണം. വലുതായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ അയിലക്ക് ചതമ്പലൊന്നും കാര്യം കിട്ടില്ലല്ലോ, അപ്പോൾ അതെടുത്ത് പുറത്ത് വെക്കണം. പിന്നത്തെ കാര്യം, നമുക്ക് 2 ഷോർട്ട് വീഡിയോസ് എടുക്കണം. അത് നമ്മുടെ ക്രാഫ്റ്റ് ചാനലിലേക്കുള്ള വീഡിയോസാണ് കേട്ടോ. ഇനിയുള്ള കാര്യം, നമുക്ക് അൺബോക്സ് ചെയ്യണം. ഒത്തിരി സാധനങ്ങൾ നമുക്ക് അൺബോക്സ് ചെയ്യാണ്ട്. അപ്പം അൺബോക്സിങ് വീഡിയോ ചെയ്യണം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കണത് എന്താ, അങ്ങനെ ആലോചിക്കണം എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. വേറെ കറിവെപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ വെച്ചത്. കുറേ ഒന്നും വെക്കില്ല, പപ്പടം വറക്കും, ഗ്രീൻ ബീൻസ് കറി വെക്കും.
അത്രയൊക്കെ തന്നെ. വേറെ ഇപ്പോൾ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. കുറച്ച് തുണി മടക്കാനുണ്ട്, അപ്പോൾ അതും കൂടെ എഴുതിയിരിക്കാം. ഓക്കെ, 5 കാര്യങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. 5 കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ബോറാണ്. അപ്പോൾ നമ്മൾ കാലത്ത് നേരത്തെ എണീറ്റിട്ട് അമീനെ സ്കൂളിൽ വിടുന്നതൊക്കെ ഷൂട്ട് ചെയ്യണതൊക്കെ എനിക്ക് ആഗ്രഹം കേട്ടോ. പക്ഷേ ഞാൻ മിക്കവാറും എണീക്കുമ്പോൾ ലേറ്റ് ആവും, അല്ലെങ്കിൽ 6 മണി അല്ലെങ്കിൽ 6:30 ആയി കഴിഞ്ഞാൽ പിന്നെ തിക്കും തിരക്കും ഓട്ടവും ബഹളമൊക്കെ ആയിരിക്കും. ഒരു 5 മണിക്കെങ്കിലും എണീറ്റാലാണ് വീഡിയോസൊക്കെ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു 4:30-5 മണിയൊക്കെ ആണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. റുട്ടീൻ അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. 5 AM മോർണിംഗ് റുട്ടീൻ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കണതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. അതൊന്ന് സെറ്റ് ചെയ്യണമെന്ന്. എനിക്ക് ചില അത്യാവശ്യങ്ങൾ മാത്രം വരുമ്പോഴാണ് ഞാനിപ്പോൾ ആ ഒരു നേരത്തൊക്കെ എണീക്കണത്. പിന്നെ നമ്മുടെ പഴമൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഈ ഒരു നേരത്താണ് കേട്ടോ ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് വീഡിയോസൊക്കെ കാണൽ. കൂടുതലും യൂട്യൂബിലെ വീഡിയോസ് തന്നെയാണ് കേട്ടോ കാണാറുള്ളത്. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എന്താ നീ യൂസ് ചെയ്യാത്തതെന്ന്. പക്ഷേ എനിക്കതിൽ ആക്റ്റീവ് ആവണമെന്നുണ്ട് കേട്ടോ. വഴിയെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആക്റ്റീവ് ആവുമല്ലോ. 2 കഷ്ണം പഴത്തുമ്പോൾ കുത്തിപ്പിടിച്ചിരുന്ന് കുറേ നേരമൊക്കെ പോയിട്ടോ. അങ്ങനെ നമ്മുടെ റിലാക്സിങ് ടൈം കഴിഞ്ഞു. ഇനി പണിപ്പുരയിലോട്ട് ഇറങ്ങുകയാണ്. ഏപ്രണമൊക്കെ എടുത്തിട്ടുണ്ട്, പാത്രം കഴുകാണ്ട്, മീൻ നന്നാക്കാണ്ട്, ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കും ഞാൻ പിന്നെ വീഡിയോസൊക്കെ കാണും കേട്ടോ. ഫോണിൽ ഇതാ ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അവിടെ ചാരി വെച്ച് ഞാനിങ്ങനെ വീഡിയോസ് കാണും. പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതാ ഈ ഒരു ഗ്ലൗസ് എടുത്തിടുന്നുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് വയ്ക്കാൻ മതി. പാത്രം കഴുകുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരെണ്ണം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സ്ക്രബിൻ്റെ കാര്യമില്ലേ, അപ്പോൾ സ്ക്രബ് യൂസ് ചെയ്ത് ഉരച്ച് കഴുകേണ്ടതൊക്കെ ആണെങ്കിൽ സ്ക്രബ് ഇട്ട് കഴുകാം. അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൗസ് വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഇതൊക്കെ പറ്റിയിട്ടുള്ളെങ്കിൽ ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലിക്വിഡ് ഒന്ന് തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നെസ്റ്റോന്ന് അങ്ങോട്ട് പോയപ്പോൾ ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് വലിയ പാക്കേജുകൾ വാങ്ങിയതാണ് കേട്ടോ. ഇത് എത്ര നാളായി ഇവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലാഭമായിരുന്നു. അപ്പോൾ 5 ലിറ്ററിൻ്റെ 5 കിലോൻ്റെ ഒക്കെ സോപ്പ് പൊടി, അതുപോലെ ഹാൻഡ് വാഷ്, ലിക്വിഡ് ഡിറ്റർജൻറ്റ്, പിന്നെന്താ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ ഡിഷ് വാഷ് ലിക്വിഡ്, അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചു കൂട്ടാം. പിന്നെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് അതേ നമ്മൾ മീൻ എടുത്തു. ഇതിനിടയ്ക്ക് കറണ്ട് പോക്കും വരവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഏതായാലും മഴയൊക്കെ ഒന്ന് തോർന്ന് വെയിൽ ഉദിക്കട്ടെ, അതിനുള്ളിൽ എല്ലാ പണികളും നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന ഒരുവിധം പണികളെല്ലാം തീർത്തിട്ട് വീഡിയോസ് എടുക്കാൻ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞില്ല നല്ല വലിയ ഗുണ്ടുമണി അയിലകളാണ്, നല്ല നെയ്യുള്ള അയിലാണെന്ന് തോന്നുന്നുണ്ട്. കുറേ പലിഞ്ഞീനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. വയറൊക്കെ ഇങ്ങനെ വീർത്ത് ചാടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്ന കൊറിയറുകളൊക്കെയാണ്, ഇനിയും കുറേ ഉണ്ട്. വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കാനൊക്കെ ആയിട്ട് പോകണം. കുറച്ച് തുണി മടക്കാണ്ട്, കുറച്ചൊന്നുമല്ല കുറച്ചധികം ഉണ്ട്. ഇതെനിക്ക് മടുപ്പുള്ളൊരു പണി തന്നെയാണ് കേട്ടോ. കഴുകണത് ഞാനിവിടെ ഈ പായൽ കൊണ്ടിടും. എന്നിട്ട് എനിക്ക് ഒഴിവ് എപ്പോഴാണോ ഒഴിവ് പോലെയാണ് ഞാനിതൊക്കെ മടക്കി വെക്കാറുള്ളത് കേട്ടോ. ഇതിലിപ്പോൾ കുറേ ആമിക്കുട്ടിയുടെ ഉടുപ്പുകളാണ് കേട്ടോ. അവളുടെ കാര്യം പറയാണ്ടിരിക്കാൻ ഭേദം. ആൾ എപ്പോഴൊക്കെ വാഷ്റൂമിൽ പോകണോ അപ്പോഴൊക്കെ ആകെ നനച്ചിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഇന്നറും ഒക്കെ ആകെ നനച്ച് നാശകോശമാക്കിയിട്ട് പിന്നെ വന്ന് പുതിയത് എടുത്തിടും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഞാനാണെങ്കിൽ എനിക്ക് ശ്രദ്ധിക്കാനുള്ള നേരമൊന്നും കിട്ടാറില്ല കേട്ടോ. എന്തെങ്കിലും പണിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. ആൾക്കറിയാം ഇവിടെ നമ്മൾ ലോണ്ടറി ബാസ്ക്കറ്റ് ഇരിക്കണതും. അപ്പോൾ അതിലിങ്ങനെ കൊണ്ടിടും കേട്ടോ ഈ നനഞ്ഞ തുണികൾ. അങ്ങനെ ഇഷ്ടമാതിരി അവളെ തന്നെ ഉണ്ടാവും കഴുകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തുണി കഴുകാനും ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ അയിലൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ രൂപം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിറച്ച് പലിങ്ങീനൊക്കെ ഉണ്ടായിരിക്കും വിരലിൽ നിന്ന്. പക്ഷെ ആകെ നെയ്യാണ് കേട്ടോ. മുറ്റിയ ഇലകളാണ്. എൻ്റെ കൈ മുഴുവൻ നെയ്യായി. നമ്മൾ ഈ സിങ്കൊക്കെ ഒന്ന് വെടുപ്പാക്കിയതായിരുന്നു. അതിൽ വീണ്ടും ആകെ നെയ്യും സ്മെല്ലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്നീന്ന് തുടങ്ങണം. വീണ്ടും ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പലിഞ്ഞ് ഇത് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ആമിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം നൈറ്റ് നമുക്കത് അവൾക്ക് വറുത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറക്കണില്ല കേട്ടോ. നന്നാക്കി മീനൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രീസറിൽ വെക്കില്ല, ഫ്രിഡ്ജിലേ വെക്കുള്ളൂ. നമുക്ക് നൈറ്റ് എടുത്തിട്ട് ഒരു 2 എണ്ണം അങ്ങനെ എടുത്ത് വറക്കും. പിന്നെ ഗ്രീൻ ബീൻസ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് രാത്രിക്കേക്ക് ഉണ്ടാവുന്നേ. അപ്പോൾ ഇനി ഭാരിച്ച കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ടു ഡു ലിസ്റ്റിൽ ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനി വീഡിയോ എടുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.